നശിച്ചു പോകും എന്ന് വിധി എഴുതിയവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. നാളെ ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. ഇതൊന്ന് എഴുതി വച്ചേക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏപ്രിൽ മാസം 5-ാം തീയതി മുതൽ ചില നല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. 5 നക്ഷത്രജാതകരുടെ സമയം തെളിയാൻ പോവുകയാണ്. അപ്രതീക്ഷിതമായ ഒരു ധനയോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. ഇവരുടെ സങ്കടങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അതൊക്കെയും മാറിക്കിട്ടും. ഇത് വെറും രാജയോഗമല്ല, സമ്പത്തും പ്രശസ്തിയും തേടി വരുന്ന രാജയോഗം തന്നെയാണ്. ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പലരും ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് നശിച്ചു പോകും എന്ന്. അങ്ങനെ നശിച്ചു പോകും എന്ന് വിധിയെഴുതിയവരുടെ മുന്നിൽ തല ഉയർത്തി നിന്നുകൊണ്ട് വലിയ വലിയ പദവികൾ അലങ്കരിക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും. ഈ 5 നക്ഷത്രജാതകരുടെ സമയം തെളിയാൻ പോകുകയാണ്. രാജയോഗമല്ല, സമ്പത്തും പ്രശസ്തിയും തേടി വരുന്ന രാജയോഗം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന രാജയോഗം. പണം ധാരാളം വന്നു ചേരും. ധനസ്ഥിതി വർദ്ധിക്കുന്നതിനോടൊപ്പം ഇവരുടെ പ്രശസ്തിക്കും ആക്കം കൂട്ടും. ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും. വസ്തുവകകൾ വാങ്ങിക്കൂട്ടും. പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങും. വലിയ വലിയ വീടുകൾ വയ്ക്കും. മനസ്സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. ഏത് മത്സര പരീക്ഷയിലും വിജയിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള 5 നക്ഷത്രജാതകർ. പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട്, ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട്. അതൊക്കെ വ്യക്തമായി പറയും. അത്തരം വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി വരുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. വിദേശത്തൊക്കെ നിൽക്കുന്ന പലരും പറയുന്ന കാര്യമാണ്, ഞാൻ വിദേശത്താണ്, എനിക്ക് ഈ വഴിപാടുകളൊന്നും നടത്താൻ കഴിയില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന്. നിങ്ങളുടെ ദോഷ സമയമൊക്കെ അവസാനിക്കുവാൻ വേണ്ടിയിട്ട് വീട്ടിൽ അമ്മയോടോ ഭാര്യയോടോ സഹോദരങ്ങളോടോ നിങ്ങൾ പറയുക, ഈ വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ ഒന്ന് ചെയ്തേക്കാൻ. നിങ്ങളുടെ രക്ഷ ആഗ്രഹിക്കുന്ന ആ വ്യക്തി തീർച്ചയായും ഇത് ചെയ്തിരിക്കും. വലിയ പണച്ചിലവുള്ള കാര്യമൊന്നുമല്ല, ചെറിയ പണച്ചിലവൊക്കെ ഉള്ളതാണ്. അത് അല്പം ക്ഷമയോടുകൂടി അവരോടൊന്ന് പറയുക, തീർച്ചയായും അവർ ചെയ്തിരിക്കും. 5 നക്ഷത്രജാതകരുടെ സമയം തെളിയുകയാണ്. ഞാൻ പറഞ്ഞു, ഇത് രാജയോഗമല്ല. കിരീടം വയ്ക്കില്ല, ചെങ്കോലും അണിയില്ല. പക്ഷേ രാജാവിനെ പോലെ യോഗത്തോടുകൂടി ജീവിക്കും ഈ നക്ഷത്രജാതകർ. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കണേ. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം വന്നു ചേരുന്ന, അപ്രതീക്ഷിതമായ ഒരു മാറ്റം വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ മുന്നിൽ നിൽക്കുന്നത് രേവതി നക്ഷത്രജാതകർ തന്നെയാണ്. ഒരുപാട് കാലങ്ങളായി ഇവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു. ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ പ്രതിസന്ധികളുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് പോലും അവർക്ക് ഓരോരോ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുമോ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആദി അവരുടെ മനസ്സിലുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, രേവതി നക്ഷത്ര ജാതകർ വിഷമിക്കേ വേണ്ട, രക്ഷപ്പെടും. നിങ്ങളുടെ സമയം തെളിയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളായ, ആർക്കും ചെയ്യാവുന്ന ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കുടുംബക്ഷേത്രം അറിയില്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ഒരു കുഞ്ഞു വിളക്ക് വെക്കുക. അതിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അതുമതി നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അകലാൻ, നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ. നിങ്ങൾ വിദേശത്തായിക്കൊള്ളട്ടെ,
അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്റ്റേറ്റിലായിക്കൊള്ളട്ടെ, തമിഴ്നാട്ടിലോ കർണാടകയിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ എവിടെയുമായിക്കൊള്ളട്ടെ, എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കും. കുടുംബക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉള്ള സ്ഥലത്ത് അവിടെ ഒരു ദുർഗാദേവി ക്ഷേത്രത്തിൽ, അമ്മൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ഒരു നിലവിളക്ക് വാങ്ങി വെച്ചതിനു ശേഷം അതിൽ നെയ്യൊഴിച്ച് നിലവിളക്ക് കത്തിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഇത് നല്ലൊരു പ്രതിവിധിയാണ്. അതുപോലെ തന്നെ 1 രൂപ നാണയം തലയ്ക്കൊന്ന് ഒഴിയുക. ഒരു 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞതിന് ശേഷം ആ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തി ആ വഞ്ചിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത് മതി. ഏറ്റവും കൂടിപ്പോയ ഒരു 20 രൂപ ചിലവാകുന്ന ഒരു കാര്യം. ഇതൊന്ന് ചെയ്തു നോക്കുക. രേവതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം ചതയമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ്. ഇവർ ആഗ്രഹിച്ച കാര്യം അത് നടന്നു തന്നെ കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുന്നു. ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു. ഇനി ഇവർക്ക് നേട്ടമാണ്. ചതയം നക്ഷത്ര ജാതകർ ഒരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അതിവർക്ക് ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും. ചതയം നക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയാണ്. ദുഃഖങ്ങൾ ഒഴിയുകയാണ്. വരുന്ന ഏപ്രിൽ മാസം 5-ാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും. അതായത് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ച് ഭാഗ്യം ഇവരെ തുണയ്ക്കും. രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഉറപ്പാണ്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. കുറേ കാലങ്ങളായി സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ അവിട്ടം നക്ഷത്ര ജാതകർക്ക്. ഒന്ന് രക്ഷപ്പെടണം എന്ന് കരുതി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതൊന്നും തീരുന്നില്ല. ഇനി തൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് പലപ്പോഴും ഇവർ ആലോചിക്കുകയാണ്. നിങ്ങളുടെ വിഷമതകളും സങ്കടങ്ങളും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ അവസാനിക്കും. ഒരു പരിഹാരം ദൈവമായി നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും. നശിച്ചു പോകും എന്ന് വിധിയെഴുതിയവരുടെ മുന്നിൽ തലയുയർത്തി തന്നെ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. രക്ഷപ്പെടുക തന്നെ ചെയ്യും. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അത് മതി, വലിയ പരിഹാരം തന്നെ. അത് മതി വലിയ രീതിയിൽ രക്ഷപ്പെടുവാൻ. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒഴിഞ്ഞ് രക്ഷപ്പെടുന്ന സമയം. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക്, പരീക്ഷയൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന സമയമാണ്. നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ പോവുകയാണ്. ചോതി നക്ഷത്ര ജാതകർക്ക് ഒരു അപ്രതീക്ഷിതമായ ഭാഗ്യമാണ് വന്നു ചേരുന്നത്. ഞാൻ പറഞ്ഞു, ഇത് വെറും രാജയോഗമല്ല, സമ്പത്തും പ്രശസ്തിയും ഒക്കെ നിങ്ങളെ തേടി വരുന്ന രാജയോഗം. ചോതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ദുഃഖങ്ങളൊക്കെ അവസാനിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്ത് പ്രവൃത്തി ചെയ്താലും, ആരൊക്കെ നിങ്ങളെ താഴ്ത്തിക്കെട്ടിയാലും നിങ്ങൾ തളരരുത്. നിങ്ങൾ നല്ല തൻ്റെയിടത്തോടു കൂടി, ഉറച്ച വിശ്വാസത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ മുന്നിൽ ഭാഗ്യമാണ് തെളിയുന്നത്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ജീവിതത്തിൽ സങ്കടപ്പെടുവാൻ മാത്രം ജനിച്ചവരല്ല നിങ്ങൾ. നിങ്ങളിൽ പലരും, ചോതി നക്ഷത്ര ജാതകരിൽ പലരും അതിസമ്പന്നതയിൽ എത്തിയിട്ടുണ്ട്. ചോതി നക്ഷത്ര ജാതകരിൽ മിക്ക ആൾക്കാരും നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിയുന്നവരാണ്. ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. അതിനുവേണ്ടി കഠിനപ്രയത്നം ചെയ്യുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം 5-ാമത്തെ നക്ഷത്രം ആയില്യമാണ്. സർപ്പദേവത പ്രീതി നടത്തുക. അതായത് സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തി മഞ്ഞൾപ്പൊടിയൊക്കെ അവിടെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. ദുരിതങ്ങൾ ഒഴിഞ്ഞു കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ വിദേശത്താണ്, ദുബായിലാണെന്ന് കരുതുക, അല്ലെങ്കിൽ സൗദി അറേബ്യയിലാണ് എന്ന് കരുതുക. അവിടെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നു. മുകളിലുള്ള ആൾക്കാരുടെയൊക്കെയും നശിച്ചു പോകുമെന്നുള്ള വിധിയെഴുത്തും അതുപോലെ തന്നെ അവരുടെ നിങ്ങളോടുള്ള പ്രവൃത്തിയുമൊക്കെ വളരെ മോശമാണ് എങ്കിൽ തന്നെയും ആ പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് കേൾക്കാതിരിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് സർപ്പക്കാവിൽ പുള്ളുവൻ പാട്ട് പാടിക്കുക. അതൊന്ന് ചെയ്യണം. നിങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയും. അതുപോലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാര പൂജയും കൂടി നടത്തി മുന്നോട്ട് പോവുക.
₹1 തലയ്ക്കൊഴിഞ്ഞ് ഒന്ന് ക്ഷേത്രവഞ്ചിയിലിടുക. ഇതൊക്കെ മതി നിങ്ങളെ ഒരുപാട് ഉയരത്തിൽ കൊണ്ടെത്തിക്കുവാൻ. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും. ഇനി നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഈ 5 നക്ഷത്ര ജാതകരുടെയും സമയം തെളിയുന്നു. അപ്രതീക്ഷിതമായ ഒരു മാറ്റമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. വെറും രാജയോഗമല്ല, സമ്പത്തും പ്രശസ്തിയും ഒക്കെ തേടി വരുന്ന, ഉദ്യോഗമൊക്കെ ലഭിക്കുന്ന, ധാരാളം ധനമൊക്കെ ഉണ്ടാക്കുന്ന, സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ഇനി നിഴലിക്കുന്ന ഒരു സൗഭാഗ്യത്തിൻ്റെ നാൾ തന്നെയാണ് ഇനി നിങ്ങളെ തേടി വരുന്നത്. അങ്ങനെ വലിയ നിലയിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.